സ്ത്രീകളിൽ വളരെ അപകടകരമായ രീതിയിൽ ബാധിക്കുകയും മരണകാരണമാകുകയും ചെയ്യുന്ന ഒന്നാണ് സെർവിക്കൽ ക്യാൻസർ. ഇന്ത്യയിൽ ഒരു വർഷം 1.5 ലക്ഷത്തോളം സ്ത്രീകളെ സെർവിക്കൽ ക്യാൻസർ ബാധിക്കുന്നു എന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെർവിക്കൽ ക്യാൻസർ ബാധിക്കാതിരിക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഗർഭപാത്രത്തിന്റെ താഴ്ന്ന ഭാഗത്തെയും യോനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ഭാഗമാണ് സെർവിക്സ്. ഈ ഭാഗത്തെ കോശങ്ങളെയാണ് ക്യാൻസർ ബാധിക്കുന്നത്. രോഗം ബാധിച്ചു തുടങ്ങുന്ന പ്രാരംഭഘട്ടത്തിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ വലിയ തോതിൽ പ്രകടമാകാത്തത് രോഗത്തിന്റെ ഗുരുതരാവസ്ഥ വർദ്ധിക്കുന്നതിന് കാരണമാകും. ഹ്യൂമൻ പാപ്പിലോമ വൈറസും അതിന്റെ വകഭേദങ്ങളുമാണ് സെർവിക്കൽ ക്യാൻസറിന് വഴിയൊരുക്കുന്നത്. സെർവിക്കൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രക്തം കലർന്ന യോനീസ്രവം, പെൽവിക് ഭാഗത്ത് അപകടകരമായിട്ടുള്ള വേദന, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കഠിനമായ വേദന. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും തുടർച്ചയായി അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കണം. ഇതുകൂടാതെ നമ്മുടെ ജീവിതശൈലിയിൽ ശ്രദ്ധ നൽകേണ്ട 5 കാര്യങ്ങൾ കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിയന്ത്രണം വേണമെന്നുള്ളതാണ്. ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം പിന്തുടരുന്നത് എല്ലാ രോഗങ്ങളും പ്രതിരോധിക്കാനുള്ള ശേഷി ശരീരത്തിന് നൽകും. സെർവിക്കൽ ക്യാൻസറിനെ തടയാനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗവും ഇതുതന്നെയാണ്. ഫാസ്റ്റ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, അമിതമായിട്ടുള്ള അളവിൽ എണ്ണയും എരിവും കലർന്ന ഭക്ഷണ സാധനങ്ങൾ എന്നിവ കഴിക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അല്ലെങ്കിൽ നിയന്ത്രിക്കാനെങ്കിലും ശ്രമിക്കുക. എന്നാൽ ശുദ്ധമായ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുക. ഇത് സെർവിക്കൽ ക്യാൻസറിൻ്റെ സാധ്യത കുറയ്ക്കും. ആൽക്കഹോൾ അടങ്ങിയ പാനീയങ്ങൾ തീർത്തും ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. ഇനി സെർവിക്കൽ ക്യാൻസറിന് കാരണമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് പപ്സിമിയർ ടെസ്റ്റ് നടത്താനായിട്ട് ശ്രദ്ധിക്കണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുന്നത് തുടക്കത്തിൽ തന്നെ രോഗസാധ്യത തിരിച്ചറിയാനായിട്ട് സഹായിക്കും. ഇനി സെർവിക്കൽ ക്യാൻസർ ബാധിക്കുന്നതിനുള്ള മറ്റൊരു പ്രധാന കാരണം പുകവലിയാണ്. പുകയില അടങ്ങിയ മറ്റ് സമാന ലഹരി ഉൽപ്പന്നങ്ങളും ഈ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും. അതിനാൽ ഇത്തരം ശീലമുള്ളവരാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ മറ്റൊന്ന് സുരക്ഷിതമല്ലാത്തതും വൃത്തി കുറഞ്ഞതുമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളും സെർവിക്കൽ ക്യാൻസറിന് കാരണമാകാറുണ്ട്. ഒന്നിലധികം പേരുമായി സുരക്ഷിതമല്ലാത്ത രീതിയിൽ ശാരീരിക ബന്ധം പുലർത്തുന്നതും ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശുചിത്വം പാലിക്കാത്തതും സെർവിക്കൽ ക്യാൻസറിനെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ഇനി സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസിനെ നശിപ്പിക്കാൻ പ്രത്യേക വാക്സിൻ ലഭ്യമാണ്. രോഗസാധ്യത തെളിയിക്കുന്ന ലക്ഷണങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ വാക്സിൻ എടുക്കാവുന്നതാണ്. ഇത് സെർവിക്കൽ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച ഇല്ലാതാക്കുകയും അതിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെർവിക്കൽ ക്യാൻസർ വരാതിരിക്കാനായിട്ട് ശ്രമിക്കാം.